ഹലോ എവ്രി വൺ. അപ്പോൾ ഇത് 2-3 ദിവസം മുന്നേ നല്ല മഴയുള്ള ഒരു ദിവസത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. നമ്മുടെ കൃതിയക്കുട്ടിക്കും കാർത്തിക്കിനും വൈകുന്നേരം ആയപ്പോൾ നല്ല വിശപ്പ്. സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ചോറ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാർ. രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ കറക്റ്റ് പക്കയാണ്. രണ്ടുപേർക്കും ഭയങ്കര മടിയാണ്. കാർത്തിക്ക് പിന്നെ വാരി കൊടുത്താൽ ശകലമെങ്കിലും കഴിക്കും. കൃതിയ അങ്ങനെയും കഴിക്കത്തില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു റവയുടെ കുറുക്കുണ്ടാക്കി കൊടുക്കാമെന്ന് കേട്ടോ. പാലിൽ നെയ്യൊക്കെ ചേർത്തിട്ട്. എനിക്ക് കുഞ്ഞുനാളിലെ മുതലേ ഈ റവയുടെ കുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്നതായിരുന്നു കേട്ടോ. അപ്പൊ ഞാനത് ഉണ്ടാക്കാൻ പോവാന്ന് അറിഞ്ഞിട്ട് കാർത്തിക് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അമ്മയെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ എനിക്കും വേണം, ഇഷ്ടമാണ്. പുള്ളിക്കാരൻ നേരത്തെ ഒന്നും കഴിക്കത്തില്ലായിരുന്നു. ഒരു ദിവസം ടേസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ രണ്ടുപേർക്കും കൂടെ കുറച്ച് നെയ്യൊക്കെ ഏറെ ചേർത്ത് റവ കുറുക്കി കൊടുക്കാമെന്ന് കേട്ടോ. അപ്പൊ കൃതിയെ അത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ കിച്ചണിൽ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. വീഴുവോന്ന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ അവിടെ ഒരു ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് സേഫ് ആയിട്ടാണ് ആളിനെ ഇരുത്തിയിരിക്കുന്നത്. കാർത്തിക് ഇടയ്ക്കിടയ്ക്ക് വന്ന് റെഡിയായോ അമ്മ എന്ന് ചോദിച്ചിട്ട് പോകും കേട്ടോ. അപ്പൊ ഇതിനി റെഡി ആക്കുന്നതല്ല പാട്. സംഭവം എന്താ വെച്ചാൽ ഈ കുറുക്കായതുകൊണ്ട് ഇത് പെട്ടെന്ന് തണുക്കില്ല ഗൈസ്. കൃതിയൊക്കെയാണെങ്കിൽ ഇത് റെഡി ആയി കഴിയുമ്പോൾ അപ്പം തന്നെ ഇത് കുടിക്കണം. എന്നാൽ ഒരുപാട് കുടിക്കും അതില്ല, ശകലം മാത്രമേ കുടിക്കത്തുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബദാം വേണോന്ന് ചോദിച്ചപ്പോൾ വേണോന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കറിയാലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതെല്ലാം 2 കഴിക്കും. അങ്ങനെ പിന്നെ കൃതിയെ ഹോളിൽ കൊണ്ടിരുത്തി ആ ഡ്രസ്സ് മാറ്റി കേട്ടോ. ഇല്ലെങ്കിൽ ആ ഡ്രസ്സ് ചീത്തയായി പോകും. സംഭവം അമ്മ കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നു കേട്ടോ ഹൈദരാബാദിൽ നിന്ന്. പക്ഷെ പുള്ളിക്കാരിക്ക് ലൂസ് ആയതുകൊണ്ട് ഞാൻ ഇടാതെ വെച്ചേക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അത് തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു കേട്ടോ. അങ്ങനെ കുറുക്ക് തണുക്കാൻ വെച്ചിട്ട് ഞാൻ വെളിയിൽ വരെ ഒന്ന് കാഴ്ച കാണാൻ പോയി ഗൈസ്. ഇന്നലെ പാറു വന്നപ്പോഴാണ് ഇവിടെ ആമ്പല് നിൽക്കുന്ന കാര്യം ഞാൻ തന്നെ അറിഞ്ഞത്. നമ്മുടെ വീടിന്റെ തെക്ക് വശത്തുള്ള ചെറിയൊരു കുളം എന്ത് വേണേലും പറയാം. പണ്ടി കുളത്തിലൊക്കെ കുളിക്കായിരുന്നെന്ന് പറയുന്നേക്കാം കേട്ടോ, ഞാനിവിടെ വരുന്നതിന് മുന്നേക്കെ. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുറുക്ക് ചെറുതായിട്ട് സെറ്റായി. പിന്നെ ഞാൻ അത് 2 പേർക്കും കഴിക്കാൻ 2 പാത്രത്തിലാക്കി നെയ്യൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഇതെന്റെ ചേട്ടൻ വാങ്ങിച്ച ബോഗൺവില്ലയാണ് കേട്ടോ. നമ്മളിതെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മഴ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കിളിച്ചൊക്കെ വരുന്നുണ്ട് ഗൈസ്. പിന്നെ ഈ ഒരു ട്രീ ഞാൻ വാങ്ങിച്ച വട്ടത്തിൽ ഈ ഒരു ചെടിയേ ഉള്ളൂ. അതിപ്പോൾ അത്യാവശ്യം നല്ലോണം വളർന്നു വരുന്നുണ്ട്. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതാ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ സമയം കിട്ടുന്നുള്ളൂ ഗൈസ്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ട് അവിടെ ഇരുന്നപ്പോൾ അതാ ചേട്ടൻ പുതിയൊരു സംഭവം കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഞാനും കൂടെ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. ബൈ.